നോസ്റ്റാൾജിയ. എന്താണ് ഈ നോസ്റ്റാൾജിയ? നമ്മുടെ ഈ ആളുകളൊക്കെ പറയുന്ന കേട്ടില്ലേ, പണ്ടത്തെ ഓണം എന്ത് രസമായിരുന്നു, പണ്ടത്തെ ആ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ഭയങ്കര എൻജോയബിളായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ വേനലവധി കാലം നമ്മൾ പണ്ടിങ്ങനെ കളിച്ച് മാങ്ങ പറിച്ച് ഒക്കെ നടന്ന കാലം എന്ത് അടിപൊളിയായിരുന്നു. സത്യത്തിൽ എന്താണ് ഈ നോസ്റ്റാൾജിയ എന്ന് പറയുന്നത്? നമ്മളുടെ എല്ലാ മെമ്മറീസും നോസ്റ്റാൾജിയ ആയിട്ട് വരുമോ? അതോ എല്ലാവർക്കും ഈ പഴയ കാലങ്ങളിൽ നോസ്റ്റാൾജിയ അടിക്കുമോ? ഒരിക്കലുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ഭാവിയിൽ നോസ്റ്റാൾജിയ ആയിട്ട് വരുന്നത്. ഇപ്പോൾ വേനലവധിക്കാലത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇപ്പോൾ വീടിനകത്ത് ഇപ്പോൾ അച്ഛനമ്മമാർ ജോലിക്ക് പോകുന്നു, കുട്ടി തനിച്ച് വീടിനകത്ത് അടച്ച വീടിനകത്ത് ഇങ്ങനെ പുറത്തോട്ട് പോലും ഇറങ്ങാൻ നിവൃത്തിയില്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഫോണ്, ഇൻ്റർനെറ്റ് ഒക്കെയുണ്ട്. പണ്ടത്തെ കാലത്ത് അതൊന്നും ഇല്ല. അപ്പം യാതൊന്നും ചെയ്യാനില്ലാതെ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് പടം വരയ്ക്കുകയോ കളർ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ വീട്ടുപണി ചെയ്യുകയോ വീട്ടിൽ ചെയ്യാൻ കുറച്ച് പണി കൊടുത്തേക്കും. ഇതൊക്കെയാണ് വേനലവധിക്കാലം. ഇതിൽ എന്ത് നോസ്റ്റാൾജിയാണ് ഈ കുട്ടികൾക്കുണ്ടാകുന്നത് വേനലവധിയെപ്പറ്റി ആലോചിക്കുമ്പോൾ? ഇതേപോലെ തന്നെ ഓരോ നമ്മളെ സെലിബ്രേഷൻസ് ഓർക്കുമ്പോഴും അവിടെ ഓർക്കാൻ നമുക്ക് പ്രത്യേകിച്ച് സന്തോഷകരമായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഭാവിയിൽ അയ്യോ അതിൻ്റെ നോസ്റ്റാൾജിക് ഓണം എന്നൊന്നും നമ്മളൊരിക്കലും പറയില്ല. ആ ഓണം നമുക്ക് എൻജോയബിൾ ആയിരിക്കണം. നമ്മളെ ഹൃദയത്തിൽ തട്ടി നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഒക്കെ നമുക്ക് തോന്നണം. അങ്ങനെയുള്ള ഒരു ഇവൻറ്റ് മാത്രമേ നമുക്ക് നോസ്റ്റാൾജിക്കായിട്ട് തോന്നുള്ളൂ. അല്ലാതെ വെറുതെ നമ്മളിപ്പം ഒരുപാട് പ്രവാസികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പം നാട്ടിലായിരുന്നപ്പോൾ ഓണം ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ. പക്ഷെ നമ്മൾ ആലോചിക്കുമ്പോൾ നാട്ടിലെ ഓണം നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ ആ ഓണമോ ക്രിസ്മസോ ഈ വെക്കേഷനോ ഒക്കെ നമുക്ക് എൻജോയബിളായിരുന്നു. എൻജോയബിളായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുകയുള്ളൂ. ദോസ് ആർ ഗുഡ് മെമ്മറീസ്, സ്വീറ്റ് മെമ്മറീസ്. അത് മാത്രമേ നോസ്റ്റാൾജിക്കായിട്ടുള്ളൂ. അല്ലാതെ നമ്മളെ സംബന്ധിച്ച് നല്ലതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത മെമ്മറീസാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഓണത്തിന് വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഓണത്തെപ്പറ്റി അയാൾക്ക് ഓർക്കുന്നത് പോലും ഇഷ്ടമല്ല. എല്ലാ കുട്ടികൾക്കും പുതിയ ഡ്രസ്സും അതും ഇതൊക്കെ ഓണത്തിന് വാങ്ങിക്കൊടുക്കുമ്പോൾ ഈ കുട്ടിക്ക് മാത്രം ഓണത്തിന് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാതിരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ